ഹായ്. കേക്കെ കേക്കെ. നമ്മളെ ഒരു 1.5 വർഷം 2 വർഷം പറഞ്ഞു ഒന്ന് നമ്മൾ 2 വർഷം മുമ്പ്. അപ്പോൾ ആ സമയത്ത് ഇത്രയും തടിയില്ലായിരുന്നു. ഇല്ല ഇല്ല. അപ്പോൾ തടി ഭയങ്കരമായിട്ട് കൂടി. എത്ര കിലോ കൂടി ഇപ്പോൾ? ഇപ്പോൾ കുറച്ചധികം കൂടി. അതൊന്നും പുറത്ത് പറയാൻ പറ്റത്തില്ല. സീരിയലിന് വേണ്ടിയാണോ അതോ? ഇല്ല നമുക്ക് അങ്ങനെയൊക്കെ പറയാം. എന്തോ കല്യാണം കഴിഞ്ഞ ശേഷം എന്നും പറയാം, സീരിയലിന് വേണ്ടിയെന്നും പറയാം. കൂടിയിട്ടല്ല ഇനി കുറയ്ക്കാൻ പറ്റുള്ളൂ. അല്ല, അത് കറക്റ്റാണ്. അത് നമ്മുടെ ആടുജീവിതം രാജുവേട്ടൻ പറയുന്നതല്ലേ, കുറേ അധികം കൂട്ടി പിന്നെ കുറേ അധികം കുറച്ചു. നമ്മുടെ എല്ലാ ഫോമും ആൾക്കാർ കാണണല്ലോ. ഇനി കുറയുമ്പോൾ കുറച്ചും കൂടി ഇമ്പാക്ട് ഉണ്ടാവും. അല്ല, എനിക്കൊന്ന് ഇത്രയും തടി ആദ്യം ആ സമയത്തുണ്ടായിരുന്നു. ഇല്ല. കുറവായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങൾ ആദ്യം പോവാം. കല്യാണം കഴിഞ്ഞ എന്താ വിശേഷം? അങ്ങനെ ഇപ്പോൾ വൈഫ് ഇവിടെ ഇല്ല, മാംഗ്ലൂരാണ്. അപ്പോൾ അവിടെ പഠിക്കുക. എന്തിനാണ് പഠിക്കുന്നത്? ഡോക്ടറാണ്. ഇപ്പോൾ MS പഠിക്കുക അവിടെ മംഗലാപുരത്ത്. ഈ ഡിസംബറൊക്കെ ആകുമ്പോഴേ കോഴ്സ് തീരുള്ളൂ. വൈഫിന്റെ പേരും കൂടെ ശ്രുതി. കാര്യം നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടല്ലേ? അതെ. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ കൃഷ്ണമാരുടെ ഇന്റർവ്യൂസ് കാണുന്നത്. ഞാൻ മറ്റു ചില ചാനൽസ് എടുത്തിട്ടുണ്ടോ? അപ്പം പേരെന്നോടെ പറഞ്ഞു വൈഫിന്റെ? ശ്രുതി. അവിടെ പഠിക്കുക. അപ്പോൾ ഡിസംബർ വരെ കോഴ്സ് ഉണ്ടാവും. പിന്നെ കാണുന്നതൊക്കെ ഞങ്ങൾ ഗ്യാപ്പ് ടൈമിൽ പോകുന്നുള്ളൂ, ഷൂട്ടിൻ്റെ ബ്രേക്കിനും. പിന്നെ അവിടെയും ബിസിയാണ്. അപ്പോൾ അങ്ങനെ എപ്പോഴും MS പഠിക്കും. അപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ് എത്ര നാൾ കഴിഞ്ഞാൽ ഗ്യാപ്പ് ഇത്രയും വന്നത്? അത് കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ. എൻ്റെ കല്യാണം എനിക്ക് തോന്നുന്നു 12-ാം തീയതി ആയിരുന്നു. 16-ാം തീയതി ആയപ്പോൾ തന്നെ ഷൂട്ടിന് പോയി. നിങ്ങൾ ഷൂട്ടിന് പോയി? ഞാൻ ഷൂട്ടിന് പോയി. ശ്രുതി തിരിച്ചു പോയി. അതല്ല, ഈ സാധാരണ ഈ ഗൾഫിലെ ജോലി ചെയ്യുന്ന ഭർത്താക്കന്മാരാണ് ഇങ്ങനെ പോകുന്നത്, അല്ലെ പട്ടാളത്തിലുള്ളവർ ഇങ്ങനെ പോകുന്നത്. നേരെ തിരിച്ചായി പോയി. രണ്ടുപേരും ബിസി ആയിരുന്നു. എല്ലാവരുടെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. മനസ്സിലായി. ഗൾഫിൽ പോകണമെന്നില്ലെന്നുള്ള മനസ്സിലായില്ലേ? ഷൂട്ട് ഉണ്ടെങ്കിലും നമുക്ക് ഇപ്പോൾ ഷൂട്ടിനാണെങ്കിലും നമ്മുടെ മാത്രം സൗകര്യം നോക്കിയാൽ പോരല്ലോ, ബാക്കി എല്ലാവരും സൗകര്യം. നമുക്ക് കല്യാണം കഴിഞ്ഞെന്ന് വെച്ചാലും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഷൂട്ട് ടൈമിൻ്റെ ഇടയിൽ അത് വരുന്നത്. അതെ, ഷെഡ്യൂളിൻ്റെ ഇടയിൽ അത് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു പരിധി കൂടുതൽ ലീവ് എടുത്ത് മാറി നിൽക്കാൻ പറ്റില്ല. അവിടെ അതെ, അവർക്കും അത് അങ്ങനെ ലീവ് ഇല്ല. ശരി, PG ടൈം ഇപ്പോൾ പോകുന്നവർക്ക് അറിയാം. PG ടൈം ഭയങ്കര ടഫാണ്. ലൈഫ് ഭയങ്കര ഹെക്ടിക്കാണ്. ഇനിയിപ്പം ഈ ഡിസംബർ ആകുമ്പോൾ കഴിയും. അപ്പം ഫ്രീ ആയി സ്വന്തമായിട്ട് അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ടൊരു ഡോക്ടർ പൊസിഷനിലേക്ക് വരികയാണ്. കൃഷ്ണകുമാറിന്റെ കുറച്ച് ബാക്കിൽ, അതായത് നമ്മുടെ കുറച്ച് പിന്നിലോട്ടുള്ള കുറച്ച് ലൈഫ് എടുക്കുകയാണെങ്കിൽ കുറച്ച് ഒരു മോട്ടിവേറ്റർ ആയിരുന്നു. കാര്യം നല്ലൊരു മോട്ടിവേഷൻ ചെയ്യുന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഈ ഏതെല്ലാം വിഷയങ്ങളെ കുറിച്ച് സാധാരണ കുട്ടികൾക്ക് മോട്ടിവേഷൻ കൊടുത്തിട്ടുണ്ടോ? ഏതെല്ലാം വിഷയങ്ങളെ കുറിച്ചായിരിക്കാം? മുഖ്യ മോട്ടിവേഷനേക്കാളും കൂടുതൽ ലൈഫ് സ്കിൽസാണ് ചെയ്തിരുന്നത്, സർവീസായിട്ട് ചെയ്തിരുന്നത്. അതല്ലാതെ ചെയ്യുന്നത് നമുക്ക് പ്ലേസ്മെൻറ്റ് ട്രെയിനിങ്സ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ മോട്ടിവേഷനുള്ളതിൻ്റെ ഭാഗമായിട്ട് വരണമെന്നുള്ളൂ. പേഴ്സണലി ഞാൻ അങ്ങനെ ആരെയും മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് പോകാറില്ല. ഇറ്റ് ഹാപ്പൻസ്, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പ്ലേസ്മെൻറ്റ് ട്രെയിനിങ്സ് ഭാഗമായിട്ട് വരുമ്പോഴത്തേക്കും നോർമലി അവരുടെ സ്കിൽ ഡെവലപ്മെൻറ്റ് ഭാഗമായിട്ട് ഈ കരിക്കുലത്തിലെല്ലാം വരും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന കൂട്ടത്തിൽ അതായി പോകുന്നത്. അല്ല, നമുക്ക് ഇപ്പോൾ ഈ സമൂഹത്തിൽ നടക്കുന്ന കുറേ അലിഗൻസസ് ഉണ്ട്, കുട്ടികളിൽ നടക്കുന്ന കുറേ അബ്യൂസ് ഉണ്ട്. അപ്പം ഇവരെ ഈ അതിൽ വരുമ്പോഴത്തേക്കിനും ഈ ഡ്രഗ്സിന് അടിമയാവുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാനുള്ള ചെറിയൊരു മോട്ടിവേഷൻ ഒരു സിംഗിൾ വേർഡ്സിൽ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ലൈനിൽ അത് 1 ലൈനിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വെരി റീസെൻ്റ്ലി ഞങ്ങളൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിരുന്നു. ഞങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആർട്ട് ഓഫ് ലിവിംഗ് എന്നൊരു ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ ഡ്രഗ് ഫ്രീ കേരള ക്യാമ്പയിൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ എല്ലാ കോളേജസിലും സ്കൂൾസിനും സ്റ്റുഡൻസിനും മാത്രമല്ല മാനേജ്മെൻറ്റിനും പേരൻസിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് ഒരു ഡ്രഗ്സിനെതിരെ, സബ്സ്റ്റൻസ് അബ്യൂസിനെതിരെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ടാഗ് ലൈനാണ് എനിക്ക് എപ്പോഴും ഞാൻ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ലഹരി ഞാൻ ഉപയോഗിക്കില്ല, മറ്റുള്ളവർ ഉപയോഗിക്കാൻ സമ്മതിക്കത്തില്ല. അടിയുറച്ച് പറയുന്നത് ആ ഒരു പ്ലഡ്ജ് എടുക്കാമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ യൂത്തിന് ഇപ്പോൾ എന്തിനാണ് ഇതിൻ്റെ പുറകെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലഹരി യൂസേജ് വളരെ കൂടുതലാണ് കേരളത്തിൽ. ഒളിഞ്ഞും തെളിഞ്ഞും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനെതിരെ നമ്മൾ സംസാരിക്കുന്നതിനൊപ്പം തന്നെ ഇതിനെതിരെ അവയർനെസ് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലത്. ഇപ്പോൾ ഒത്തിരി സെൻട്രൽ ഗവൺമെൻറ് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഡ്രഗ്സ് യൂസേജിനെതിരെയായിട്ട്. അപ്പോൾ ഇതിനൊക്കെ ആക്റ്റീവായിട്ട് കോമ്പീറ്റ് അവർ പങ്കെടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ കംപ്ലീറ്റായിട്ട് ഇതിനു വേണ്ടി നിൽക്കുക. അപ്പോൾ അങ്ങനെ ഒരു സർവീസായിട്ട് നിൽക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അവർക്ക് അവയർനെസ് വരും. ഇപ്പോൾ ഇതിനെതിരെ അവർ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ തന്നെ അവർക്ക് അവയർനെസ് ഇൻഡയറക്റ്റ്ലി അവരുടെ ഉള്ളിൽ വരും. അത് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഇതിന് കിട്ടുന്നൊരു ഹൈ എന്നുള്ളൊരു ഓൾട്ടർനേറ്റീവ് അവർക്ക് കൊടുക്കുകയും കൂടെ വേണം. നമ്മൾ ചുമ്മാ യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ഇത് യൂസ് ചെയ്യാതിരിക്കുമ്പോൾ അവർക്ക് ആ ഹൈ ഓൾട്ടർനേറ്റീവായിട്ട് എവിടെ കിട്ടുന്നു എന്നുള്ളത്. അപ്പോൾ അതിന് ബാക്കി പറഞ്ഞ പോലെ യോഗ, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ സസ്റ്റൈനബിൾ ഹൈ അവർക്ക് കിട്ടും. കുറച്ചുകൂടെ സ്റ്റേബിൾ ആവും. സസ്റ്റൈനബിൾ ആണ്. ഇതിപ്പോൾ ഒരു വലിയ ഹൈ പോയിട്ട് വലിയൊരു ലോയിലേക്ക് അവർ പോകും. ഇത് വലിയ ഹൈ പോയിട്ട് ആ ഹൈ ഇങ്ങനെ സ്റ്റേബിളായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം ഇൻ ആൻ ഓർഗാനിക് വേ. അതിന് നിങ്ങൾക്ക് യോഗ, മെഡിറ്റേഷനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിനെ സംബന്ധിച്ചൊരു പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്തിരുന്നത്. ഭയങ്കര സക്സസ് ആയിരുന്നു. ഗുരുദേവ് ശ്രീ രവിശങ്കർജിയുടെ നേതൃത്വത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞതിനകത്ത് തന്നെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഒപ്പിയെടുക്കാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ
പല സിറ്റുവേഷനിലും വരുന്ന ആൾക്കാരാണ്, പല തരത്തിലുള്ള ആൾക്കാരാണ് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങളൊരു മോട്ടിവേറ്റർ ആക്കി മാറ്റുമോ നടന്നുള്ള അത് നിങ്ങളുടെ ജോലിയായിരുന്നു നേരത്തെ ഉള്ളത്. ഇപ്പോൾ ഇപ്പോഴും ഉണ്ടെന്നറിയാം, എങ്കിലും നമുക്ക് സമയം കിട്ടാറില്ല എന്നുള്ളതാണ് സത്യമല്ലേ? ഇപ്പൊ ഇതിന് ഉണ്ട്, പക്ഷെ പഴയ പോലെ അത്രയും കിട്ടുന്നില്ല. ഓഫീസ് ഉണ്ടാവും, ഉണ്ടല്ലേ? അപ്പം ഈ സീരിയലിൽ വരുന്ന സമയത്ത് ആദ്യ കാലഘട്ടങ്ങളിൽ എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അഭിനയിക്കാനൊക്കെ, കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പ്രോംപ്റ്റ് ചെയ്യുന്ന നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനൊക്കെ പാടായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? അത് മാറി വരുന്നുണ്ട്. 3 വർഷത്തിൽ കൂടുതലായി. സ്വാഭാവികമായിട്ടും ഫസ്റ്റ് ഏതൊരു ഫീൽഡും ആദ്യമായിട്ട് വരുമ്പോൾ സ്ട്രഗിൾ ഉണ്ടല്ലോ. അപ്പോൾ എനിക്കത് ഭയങ്കര പുതിയതാണ് ഈ ഒരു ആക്ടിങ് ഫീൽഡ് എന്ന് പറയുന്നത്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഷൂട്ടിംഗ് കണ്ടിട്ട് പോലുമില്ല. ആദ്യമായിട്ടൊരു പ്രൊഫഷണൽ ക്യാമറ നേരിട്ട് കാണുന്നത് തന്നെ ഈ ലൊക്കേഷന് വരുമ്പോൾ. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ശരിക്കും ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്കത് നിന്ന് അതിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ലേണിംഗ് പ്രോസസ്സാണ്, ആൻഡ് ലേണിംഗ് നെവർ എൻഡ്സ്. ഇങ്ങനെ പോവാണ്, കണ്ടിന്യൂ ചെയ്ത് പോവാണ്. അപ്പോൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ബെറ്ററായി വരുന്നു എന്ന് അറിയില്ല, പ്രതീക്ഷിക്കുന്നു. പ്രേക്ഷകരല്ല വേണ്ട, നമ്മുടെ അഭിനയം എങ്ങനെ ഉണ്ടെന്ന് പ്രേക്ഷകരാണല്ലോ. നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നു വിചാരിക്കുന്നു. അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കല്യാണത്തെക്കുറിച്ച് തന്നെയാണ്. കല്യാണം ഈ പറഞ്ഞ പോലെ തന്നെ അത്യാഡംബരമൊന്നും ഇല്ലെങ്കിൽ പോലും ചെറിയ ഇതൊക്കെ ഉണ്ടായിരുന്നു. യൂട്യൂബേഴ്സ് എല്ലാം കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നിങ്ങൾ ബൈറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ചില താരങ്ങൾ അവരുടെ കല്യാണത്തിന് അവരുടെ പേഴ്സണലായിട്ടുള്ള, ശരിയാണ് അവർ പറഞ്ഞ ശരിയാണ്, പക്ഷെ അതൊന്നും ക്യാച്ച് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളെ ക്യാപ്ചർ ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റില്ലെടുക്കാനോ അല്ലെങ്കിൽ അവരോട് ബൈറ്റ് എടുക്കാനോ ഒന്നും സമ്മതിക്കാറില്ല. പക്ഷേ താങ്കൾ സമ്മതിച്ചു, എല്ലാവർക്കും ബൈറ്റ് കൊടുത്തു, വീട്ടിൽ വന്നവർക്കും ബൈറ്റ് കൊടുത്തു. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? കല്യാണത്തിന് ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല യൂട്യൂബിലെ ആൾക്കാർ വരും എന്നുള്ളത്. കാരണം ഞാൻ പലതും ഡേറ്റൊന്നും അങ്ങനെ അധികം പബ്ലിക് ആക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ എങ്ങനെ അറിഞ്ഞു എങ്ങനെ വന്നു എന്നറിയില്ല. പക്ഷേ വലിയൊരു ടീം തന്നെ ഉണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു എല്ലാവരും കണ്ടപ്പോൾ. അതുപോലെ പിന്നെ പേഴ്സണൽ സ്പേസ് എന്നൊക്കെ പറയുന്നത് പലരും പല രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളിതെല്ലാം വളരെ സന്തോഷത്തോടെ കാണുന്നത്. ആഫ്റ്റർ ഓൾ കല്യാണം വളരെ സന്തോഷമുള്ള ഇവൻ്റാണ്. പിന്നെ ഞങ്ങനത്തെ ഒരു വേദിക് വെഡ്ഡിങ് ട്രഡീഷനും ആയിരുന്നു. അപ്പോൾ എല്ലാവരും അങ്ങനെ ഒരു കുഴപ്പങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ലല്ലോ. അവരെല്ലാം അവരുടെ ജോലി ചെയ്യുന്നതെന്നല്ലേ ഉള്ളൂ. നമ്മളെല്ലാവരും ഈ ഫീൽഡിലുള്ളതാണല്ലോ. നമുക്കറിയാമല്ലോ ക്യാമറ ആയിട്ട് വരുന്നതും അവരുടെ ബുദ്ധിമുട്ടെന്താണെന്നും അതുപോലെ അവരെന്താ നമ്മൾ എക്സ്പെക്ട് ചെയ്യണമെന്നും ഒക്കെ നമുക്കറിയാമല്ലോ. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളവിടെ ഒരു മാറി നിൽക്കുക അല്ലെങ്കിൽ ജാട കാണിക്കേണ്ട കാര്യമൊന്നും ഒരിക്കലും ഇല്ല. അങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ല. അത് മനസ്സിലാവുന്നുണ്ട്. കാര്യം അതിനകത്ത് എനിക്ക് തോന്നുന്നു മില്യൺ വ്യൂവേഴ്സ് ആണ് വന്നിട്ടുള്ളത്, വീഡിയോസ് എല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ അത് താങ്കളുടെ മനസ്സിൻ്റെ വലിപ്പമാണ് ആ പോയത്. ചില ആൾക്കാരുടെ ഇത്രയും ജാട കാണിക്കുന്ന ആൾക്കാരെ അത്രയൊന്നും പോയിട്ടില്ല കേട്ടോ. പക്ഷെ നിങ്ങളുടെ വീഡിയോസ് എനിക്കൊന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ മില്യൺ വ്യൂവേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഇവർ വന്നത് പലപ്പോഴും വെഡിങ് വീഡിയോ കിട്ടുമ്പോഴാണ് നമുക്ക് അറിയുന്നത് അവിടെ എന്തൊക്കെ സംഭവിച്ചത്. ഇത് കല്യാണം കഴിഞ്ഞാൽ അന്ന് ഈവനിങ് തന്നെ യൂട്യൂബിൽ നിന്ന് പല സ്ഥലത്തും. കാരണം എൻ്റെ വെഡിങ് പെട്ടെന്നായിരുന്നു. അപ്പോൾ ഇതിൽ പങ്കെടുക്കാൻ പറ്റാത്ത ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഈവൻ തോ വെഡിങ് ലൈവ് പോയിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ യൂട്യൂബിന് കുറച്ചും കൂടി ആക്സസ് ഉണ്ടല്ലോ. അപ്പോൾ ഈ യൂട്യൂബ് ആൾക്കാർ വന്നതുകൊണ്ട് ഇന്ത്യക്ക് പുറത്തുള്ള ആൾക്കാർക്കും പലർക്കും അത് കാണാൻ പറ്റി, അത് പിന്നീട് കാണാൻ പറ്റി. അപ്പോൾ അങ്ങനെ ഒത്തിരി സൗകര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൃഷ്ണമാർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവർ അപ്ലോഡ് ചെയ്തു. അവർ അപ്ലോഡ് ചെയ്തു. ഞാനപ്പോൾ ഒന്നും അറിഞ്ഞില്ല, ഞാനിത് അറിഞ്ഞില്ല, ഇതെപ്പോഴാണ് അപ്ലോഡ് ചെയ്തൊന്നും അറിഞ്ഞില്ല. തിരിച്ച് വീട്ടിലെത്തി രാത്രി എല്ലാവരും കിടക്കുന്നതിന് മുമ്പ് കസിൻസ് യൂട്യൂബ് വെച്ചപ്പോഴാണ് കാണുന്നത്. ആക്ച്വലി ഓൾറെഡി ഫുള്ള് ഉണ്ടായിരുന്നു എന്നുണ്ടായിരുന്നു. അതൊക്കെ ഹാപ്പി അല്ലേ? അത് എല്ലാം സന്തോഷമുള്ളതായിരുന്നു. എല്ലാവരും വന്നതിന് വളരെ സന്തോഷം. ആരും അറിയിക്കാൻ പറ്റിയില്ല, ഒരു യൂട്യൂബുകാരെ അറിയിക്കാൻ പറ്റില്ല പേഴ്സണലി. പക്ഷേ അവരെല്ലാം അറിഞ്ഞു വന്നു എന്നുള്ളത് നല്ലൊരു കാര്യമായിരുന്നു.